ഇപ്പോൾ 50 വയസ്സ് പിന്നിട്ടിട്ടുള്ളവരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് ബജാജ് സ്കൂട്ടറിന് പിന്നിൽ ചെരിഞ്ഞിരുന്ന് അന്ന് നടത്തിയ സുഖമുള്ള ഒരു യാത്ര. അല്ലെങ്കിൽ മൂത്ത കുട്ടിയെ സ്കൂട്ടറിന് മുന്നിലെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയും ഇളയ കുട്ടിയെ മടിയിൽ ചേർത്തിരുത്തിയും നടത്തിയിട്ടുള്ള യാത്ര. ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെയായി നടത്തിയിട്ടുള്ള യാത്രകൾ. ഇത്തരം യാത്രകൾ 70കളിലും 80കളിലും 90കളിലും ഇന്ത്യൻ നിരത്തുകളിലെ സാധാരണമായ ഒരു കാഴ്ചയായിരുന്നു. മധ്യവർഗ ഇന്ത്യൻ കുടുംബത്തിന്റെ പ്രൗഢിയുടെ അലങ്കാരമായി കരുതിപ്പോന്നിരുന്ന ബജാജിന്റെ ചേതക് എന്ന സ്കൂട്ടർ. ഇന്ന് നമ്മൾ ഒരു കാർ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെയായിരുന്നു അന്ന് സ്കൂട്ടറും. കുടുംബത്തിലെ 4-5 അംഗങ്ങളായിരുന്നു സ്കൂട്ടറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇത്തരം കാഴ്ചകൾ ഉത്തരേന്ത്യൻ നഗരങ്ങളിലും നമ്മുടെ നാട്ടിലും പതിവ് കാഴ്ച തന്നെയായിരുന്നു. ഉത്തരേന്ത്യൻ വിവാഹങ്ങളിൽ വിവാഹശേഷം സ്ത്രീധനമായി കിട്ടുന്ന സ്കൂട്ടറിൽ വധുവിനെ പിന്നിലിരുത്തി വരൻ പോകുന്ന കാഴ്ചയൊക്കെയും പതിവ് കാഴ്ചകൾ തന്നെയായിരുന്നു. 72ൽ ബജാജ് പുറത്തിറക്കിയ ചേതക് എന്ന സ്കൂട്ടർ ബജാജ് എന്ന ഓട്ടോമൊബൈൽ കമ്പനിയുടെ തലവര മാറ്റുന്ന ഒന്നായിരുന്നു. ലോകത്തിലെ ഇരുചക്ര വാഹന നിർമ്മാതാക്കളിൽ 3ാം സ്ഥാനത്തേക്കും ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്കും ബജാജിനെ പിടിച്ചുയർത്തിയത് ചേതക് എന്ന ഈ സ്കൂട്ടറായിരുന്നു. 1972ലാണ് ബജാജ് ചേതക് എന്ന സ്കൂട്ടർ പുറത്തിറക്കുന്നത്. അതിനു മുൻപ് 60 മുതൽ ഇറ്റാലിയൻ കമ്പനിയായ പിയാജിയോയുടെ വെസ്പ സ്കൂട്ടറിന്റെ വിതരണക്കാരായിരുന്നു ബജാജ്. രാഹുൽ ബജാജ് ബജാജിന്റെ ചെയർമാനായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷമാണ് ചേതക് പുറത്തിറക്കുന്നത്. പിയാജിയോയുടെ തന്നെ വെസ്പ സ്പ്രിംഗിന്റെ മാതൃക പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബജാജ് ചേതക് പുറത്തിറക്കുന്നത്. ലാംബിയും വിജയ് സൂപ്പറുമൊക്കെ ഇന്ത്യൻ നിരത്തുകൾ കൈയടക്കിയിരുന്ന സമയത്താണ് ബജാജിന്റെ ചേതക് വിപണിയിലെത്തുന്നത്. 76ൽ പിയാജിയോയുടെ വെസ്പയുടെ വിതരണത്തിലുണ്ടായിരുന്ന കരാർ പുതുക്കാതെ ബജാജ് ചേതക്കിന്റെ വിൽപ്പനയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 80കൾക്ക് ശേഷം സ്കൂട്ടർ യുഗമായിരുന്നു ഇന്ത്യയിൽ. 90കളുടെ അവസാനം വരെ ഇന്ത്യൻ വീഥികൾ സ്കൂട്ടറുകളുടേത് മാത്രമായിരുന്നു. 80കൾക്ക് ശേഷം ബൈക്കുകൾ ഇറങ്ങി തുടങ്ങിയെങ്കിലും സ്കൂട്ടർ തന്നെയായിരുന്നു അന്നത്തെ പ്രധാന ഇരുചക്ര വാഹനം. ബജാജ് സ്കൂട്ടറിന്റെ പേരായ ചേതക് ആ പേര് കടമെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കഥയിൽ നിന്നാണ്. പുരാതന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലൊന്നിലെ ചക്രവർത്തിയായിരുന്നു റാണ പ്രതാപ് സിംഗ്. അദ്ദേഹത്തിന്റെ കുതിരയുടെ പേരായിരുന്നു ചേതക്. മുഗളർക്ക് മുന്നിൽ പോലും തോൽവിയറിയാത്ത രാജാവായിരുന്നു റാണ പ്രതാപ് സിംഗ്. മുഗൾ ചക്രവർത്തിയുടെ ആനയുടെ മസ്തകത്തിൽ ചവിട്ടി പരുക്കേറ്റ രാജാവിനെയും കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ച കുതിരയായിരുന്നു ചേതക്. യുദ്ധമുഖത്ത് പാഞ്ഞെടുത്ത പടയാളികൾക്കിടയിലൂടെ കാലിൽ വെട്ടുകൊണ്ടിട്ടും രാജാവിനെയും കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി സുരക്ഷിതമായ സ്ഥാനത്തെത്തിച്ച് ചേതക് മരണമടഞ്ഞു. ആ കുതിരയുടെ കുതിപ്പും വേഗതയിലുമായിരുന്നു ബജാജിന്റെ ചേതക്കും ഇന്ത്യൻ വിപണി പിടിച്ചടക്കിയത്. ആദ്യം പുറത്തിറക്കിയ ബജാജ് ചേതക് 2 സ്ട്രോക്ക് 145 cc ആയിരുന്നു. പിന്നീട് 4 സ്ട്രോക്ക് സെഗ്മെന്റിലേക്ക് ഉയർത്തി. 90 മുതൽ 98 വരെ ഇന്ത്യയിൽ സ്കൂട്ടറുകളുടെ സുവർണ യുഗമായിരുന്നു. 90കൾക്ക് ശേഷം ഉദാരവൽക്കരണത്തോടെ വിദേശ കമ്പനികൾ കടന്നു വന്നതാണ് സ്കൂട്ടറുകൾക്ക് വിനയായത്. 90കളുടെ അവസാനം ഗിയർലെസ് സ്കൂട്ടറുകൾ കടന്നു വന്നതും ഗിയർ സ്കൂട്ടറുകളുടെ വിപണനത്തെ പിന്നോട്ടടിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ദൂരദർശനിൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്കിടയിൽ ഏവരും ഏറ്റുപാടിയിരുന്ന പരസ്യത്തിലെ ഒരു ജിംഗിളുണ്ട്. ഹമാര ബജാജ് എന്ന് തുടങ്ങുന്ന ബജാജിന്റെ പരസ്യഗാനം. 90കളുടെ അവസാനത്തോടുകൂടി യുവാക്കൾ ബൈക്കിലേക്ക് മാറി തുടങ്ങി. പ്രതാപം നഷ്ടപ്പെട്ട ചേതക്കിനെ 2005ൽ ബജാജ് വിപണിയിൽ നിന്ന് പിൻവലിച്ചു. 2006ലാണ് ബജാജിനെ ലോക ബ്രാൻഡാക്കിയ ചെയർമാൻ രാഹുൽ ബജാജ് ബജാജിൽ നിന്ന് പടിയിറങ്ങുന്നത്. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളിൽ ബജാജ് ചേതക് എന്നും നിറഞ്ഞു നിൽക്കും. 90കൾക്ക് ശേഷം യുവാക്കളുടെ പൾസറിഞ്ഞ ബജാജ് സണ്ണിയും പുറത്തിറക്കിയിരുന്നു. CT100ഉം കവാസാക്കിയുമായി ബൈക്ക് വിപണനത്തിലേക്കും ബജാജ് ചുവടുറപ്പിച്ചിരുന്നു. പൾസറിന്റെ രംഗപ്രവേശനത്തോടുകൂടി ഇന്ത്യൻ ബൈക്ക് വിപണനം അതിവേഗം കുതിച്ചുയർന്നു. ബജാജ് എന്ന കമ്പനിക്ക് ചേതക്കിനെ എങ്ങനെ മറക്കാൻ കഴിയും? ബജാജ് എന്ന ബ്രാൻഡിനെ തലയെടുപ്പുള്ളതാക്കിയത് ചേതക് എന്ന സ്കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ 2019ൽ ഇലക്ട്രിക് സ്കൂട്ടറായി ബജാജ് ചേതക്കിനെ വീണ്ടും പുറത്തിറക്കി. ഏവരുടെയും മനസ്സിലുള്ള പഴയ ചേതക് എന്ന വികാരത്തിലേക്ക് തന്നെ ബജാജ് പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കി വിടുകയാണ്.